നിയമാവർത്തനം 23-ാം അധ്യായം. ഒരാളും തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത്. തൻ്റെ പിതാവിൻ്റെ ഉടയാട അനാവരണം ചെയ്യരുത്. വൃഷണം ചതഞ്ഞുടഞ്ഞവരോ ഛേദിക്കപ്പെട്ടതോ ആയ ഒരാൾ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. ജാരസന്തതി കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അവൻ്റെ 10-ാമത്തെ തലമുറയുൾപ്പെടെ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അമ്മോൻകാരനോ മൊവാബുകാരനോ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സംഘത്തിൽ ഒരിക്കലും പ്രവേശിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന വഴിക്ക് അവർ നിങ്ങളെ അപ്പവും വെള്ളവുമായി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിന്നെ ശപിക്കാനായി അവൻ അറാം നഹറായിമിലെ പെത്തോറിൽ നിന്ന് ബയോറിൻ്റെ മകനായ ബാലാമിനെ നിനക്കെതിരെ കൂലിക്ക് നിയോഗിക്കുകയും ചെയ്തു. എങ്കിലും നിന്റെ ദൈവമായ കർത്താവ് ബാലാമിനെ കേൾക്കാൻ മനസ്സായില്ല. നിന്റെ ദൈവമായ കർത്താവ് ശാപത്തെ നിനക്കുള്ള അനുഗ്രഹമായി മാറ്റി. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ ക്ഷേമമോ നന്മയോ നീ അന്വേഷിക്കരുത്. ഏദോംകാരനെ നീ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരൻ തന്നെ. ഈജിപ്തുകാരനെ നീ വെറുക്കരുത്, എന്തെന്നാൽ നീ അവൻ്റെ നാട്ടിൽ പ്രവാസിയായിരുന്നു. അവർക്ക് ജനിക്കുന്ന മക്കൾ, അതായത് അവരുടെ 3-ാം തലമുറ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. നിന്റെ ശത്രുക്കൾക്കെതിരെ നീ പടയായി പുറപ്പെടുമ്പോൾ എല്ലാവിധ ദുഷ്കാര്യത്തിലും നിന്ന് നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. നിശാസ്ഖലനത്താൽ നിന്റെ മധ്യേ ഒരാൾ ശുദ്ധനല്ലാത്തവനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തേക്ക് പോകട്ടെ. പാളയത്തിനകത്തേക്ക് അവൻ പ്രവേശിക്കരുത്. സായാഹ്നമാകുമ്പോൾ ജലം കൊണ്ടു കഴുകി സൂര്യാസ്തമയത്തോടെ അവൻ പാളയത്തിനകത്തേക്ക് വരികയും ചെയ്യട്ടെ. പാളയത്തിന് പുറത്ത് നിനക്ക് വെളിമ്പറമ്പ് ഉണ്ടായിരിക്കണം. അവിടെ പുറത്ത് നിനക്ക് വിസർജിക്കാം. നിന്റെ സാമഗ്രികളോടൊപ്പം നിനക്കൊരു കുത്തുപാരയും ഉണ്ടായിരിക്കണം. നീ വെളിക്കിറങ്ങുമ്പോൾ അതുകൊണ്ട് കുഴി കുത്തുകയും തിരിഞ്ഞ് നിന്റെ വിസർജ്യം മൂടുകയും വേണം. നിന്നെ രക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു തരാനും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയമധ്യേ സഞ്ചരിക്കുന്നതുകൊണ്ട് നിന്റെ പാളയങ്ങൾ വിശുദ്ധമായിരിക്കണം. അറപ്പുണ്ടാക്കുന്നത് എന്തെങ്കിലും നിന്നിൽ കണ്ടിട്ട് അവിടുന്ന് നിന്റെ പക്കൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കട്ടെ. യജമാനൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട് നിന്റെ അടുക്കൽ എത്തിയ ഒരടിമയെ അവൻ്റെ യജമാനന് നീ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അവന് യോജിച്ച ഒരിടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചു കൊള്ളട്ടെ. അവനെ നീ പീഡിപ്പിക്കരുത്. ഇസ്രായേൽ പുത്രിമാരിൽ ആരും ദേവദാസിയാകരുത്. ഇസ്രായേൽ പുത്രന്മാരിലാരും ദേവദാസനാകരുത്. വേശ്യയുടെ കൂലിയോ നായയുടെ പ്രതിഫലമോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഏതെങ്കിലും നേർച്ച ഇനമായി നീ കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യമാണ്. പലിശയ്ക്ക് പണമോ ഭക്ഷ്യമോ എന്തെങ്കിലും സാധനമോ അത് പലിശയ്ക്ക് കൊടുക്കാവുന്നതാണെങ്കിൽ കൂടി നിന്റെ സഹോദരന് നീ പലിശയ്ക്ക് കൊടുക്കരുത്. എന്നാൽ അന്യജനത്തിന് പലിശയ്ക്ക് കൊടുക്കാം. നിന്റെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല കരവേലയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്റെ സഹോദരന് നീ പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു നേർച്ച നേർന്നാൽ അത് നിറവേറ്റാൻ വൈകരുത്. നിന്റെ ദൈവമായ കർത്താവ് നിശ്ചയമായും അതിൻ്റെ കണക്ക് ചോദിക്കും. അങ്ങനെ അത് നിന്നിൽ പാപമായി പരിണമിക്കും. എന്നാൽ നേർച്ച നേരുന്നത് നീ ഒഴിവാക്കിയാൽ അത് നിന്നിൽ പാപമായി പരിണമിക്കുകയില്ല. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് നീ സൂക്ഷിക്കുകയും പാലിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് നീ നേർന്നിരിക്കുന്നത് നിന്റെ അധരം കൊണ്ടും പ്രഖ്യാപിച്ച സ്വാഭീഷ്ടക്കാഴ്ചയാണ്. നിന്റെ അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മനതൃപ്തിയാവോളം നിനക്ക് മുന്തിരി ഭക്ഷിക്കാം. എന്നാൽ നിന്റെ കുട്ടയിലേക്കിടരുത്. നിന്റെ അയൽക്കാരൻ്റെ കതിർവയലിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർമണികൾ പറിക്കാം. എന്നാൽ നിന്റെ അയൽക്കാരൻ്റെ കതിരിന്മേൽ നീ അരിവാൾ വയ്ക്കരുത്.